ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2025 താരതലത്തിൽ ടീമുകൾ നിലനിർത്താൻ പോകുന്ന സാധ്യതാ താരങ്ങളുടെ ലിസ്റ്റാണ്, പോസിബിൾ റിട്ടൻഷൻ ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് രാജസ്ഥാൻ റോയൽസിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതിൻ്റെ പാർട്ട് 2 ഈ പാർട്ട് 2 നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് IPL കിരീടം 5 തവണ ഉയർത്തിയ തല ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചാണ്. ഇത്തവണ ഓപ്ഷനിൽ CSK എന്തായാലും ഒരു കോൾ അടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ധോണിയെ അൺക്യാപ്ഡ് പ്ലെയറായിട്ട് കൂട്ടാൻ വേണ്ടി IPL പണ്ട് നിലനിന്നിരുന്ന ആ ഒരു റൂള്, അതായത് 5 വർഷത്തോളമായി ഒരു ഇൻ്റർനാഷണൽ മാച്ച് പോലും കളിക്കാത്ത താരത്തിനെ അൺക്യാപ്ഡ് കാറ്റഗറിയിൽ കൂട്ടണമെന്ന CSKയുടെ ആവശ്യം എന്തായാലും ഇത്തവണ BCCI അംഗീകരിച്ചിട്ടുണ്ട്. സോ അതിനാൽ തന്നെ CSK സംബന്ധിച്ച് ആ ഒരു കാറ്റഗറിയിൽ അവർക്ക് ധോണിയെ നിലനിർത്താൻ സാധിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം CSKയുടെ മാനേജ്മെൻറ്റിലെ ഒരു വ്യക്തി പങ്കുവച്ച ട്വീറ്റ് എന്ന് പറയുന്നത് അവർ അടുത്ത ആഴ്ച ധോണിയുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മീറ്റിങ്ങിന് ശേഷമായിരിക്കും ധോണിയുടെ IPL 2025 പാർട്ടിസിപ്പേഷൻ. അതിനുശേഷമായിരിക്കും അവർ ഒഫീഷ്യലി, അല്ലെങ്കിൽ അതിനുശേഷമായിരിക്കും ടീം മാനേജ്മെൻറ്റ് പോലും ധോണിയുടെ കാര്യത്തിൽ ഒരു അന്തിമ നിലപാടെടുക്കാൻ പോകും. സോ ഇപ്പോഴും ധോണി IPL കളിക്കുമെന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ്. സോ നിലവിൽ CSKയുടെ പോസിബിൾ റിട്ടൻഷൻസും RTMസും ഒക്കെ ആരൊക്കെയാണെങ്കിൽ അവരുടെ ആ ഒരു നിലനിർത്താൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയായിരിക്കും, RTM യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ താരങ്ങളെ ആയിരിക്കും അവർ RTM റൂൾ ഉപയോഗിച്ച് തിരികെ കൊണ്ടുവരാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ CSKയുടെ ഫസ്റ്റ് റിട്ടൻഷനായിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് റിട്ടൻഷനായിട്ട് വരാൻ പോകുന്നത് 18 കോടി രൂപ മുടക്കി അവർ ആദ്യം നിലനിർത്താൻ പോകുന്നത് തങ്ങളുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാദിനായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലായിരുന്നു ധോണിയിൽ നിന്നും ഗെയ്ക്വാദ് CSK ക്യാപ്റ്റൻസി ഏറ്റെടുത്തത്. ഇനി CSKയുടെ സെക്കൻഡ് ചോയ്സ് റിട്ടൻഷനിലേക്ക് വരുവാണെങ്കിൽ അത് അവരുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ആയിരിക്കും. 14 കോടി രൂപയാണ് നമുക്കറിയാം സെക്കൻഡ് റിട്ടൻഷൻ അനുവദിച്ചിട്ടുള്ള തുക. മൂന്നാമത്തെ റിട്ടൻഷനിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ഫോറിൻ റിട്ടൻഷനായിരിക്കും ശ്രീലങ്കൻ താരമായിട്ടുള്ള മതീഷ പതിരണയായിരിക്കും ആ ഒരു കാറ്റഗറി. അതായത് മൂന്നാമത്തെ റിട്ടൻഷനായിട്ട് 11 കോടി രൂപ സാലറിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്താൻ പോകുന്നത്. ഇനി അവരുടെ നാലാമത്തെ, അതായത് അവരുടെ അവസാന റിട്ടൻഷനിലേക്ക് വരികയാണെങ്കിൽ അൺക്യാപ്ഡ് കാറ്റഗറിയിൽ നമുക്കറിയാം ധോണിയായിരിക്കും, MSD ആയിരിക്കും CSK നിലനിർത്താൻ പോകും. സോ ഇതാണ് CSKയുടെ ഡയറക്റ്റ് 4 റിട്ടൻഷൻസ്. ഫസ്റ്റ് ചോയ്സ് റിട്ടൻഷനായിട്ട് ഋതുരാജ് ഗെയ്ക്വാദ്, രവീന്ദ്ര ജഡേജ, മതീഷ പതിരണ. അൺക്യാപ്ഡ് കാറ്റഗറിയിൽ ധോണിയും ചെന്നൈ നിലനിർത്തിയേക്കാം. ഇനി CSK ഉപയോഗിക്കാൻ പോകുന്ന 2 വിലപ്പെട്ട RTM, റൈറ്റ് ടു മാച്ച്, ആരൊക്കെ ആയിരിക്കും? ഒന്നാമത്തെ താരം അവരുടെ യങ് ഇന്ത്യൻ ഓൾറൗണ്ടർ ശിവം ഡൂബെ ആയിരിക്കും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ RTM അവർ ഉപയോഗിക്കാൻ പോകുന്നത് ന്യൂസിലാൻഡ് താരമായിട്ടുള്ള രജിൻ രവീന്ദ്രയ്ക്ക് വേണ്ടിയായിരിക്കും. കഴിഞ്ഞ സീസണിലായിരുന്നു രവീന്ദ്ര CSKയിൽ എത്തിയത്. സോ ഇതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പോസിബിൾ റിട്ടൻഷൻസും അതോടൊപ്പം തന്നെ RTMസും. ഫസ്റ്റ് ചോയ്സ് റിട്ടൻഷനായിട്ട് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്, സെക്കൻഡ് റിട്ടൻഷനായിട്ട് രവീന്ദ്ര ജഡേജയും, മൂന്നാമത്തെ റിട്ടൻഷനായിട്ട് മതീഷ പതിരണയും, അതോടൊപ്പം തന്നെ അൺക്യാപ്ഡ് റിട്ടൻഷനായിട്ട് MSDയും CSK നിലനിർത്തുമ്പോൾ RTM ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശിവം ഡൂബയ്ക്കും അതോടൊപ്പം തന്നെ രജിൻ രവീന്ദ്രയ്ക്കും വേണ്ടിയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ലേലത്തിൽ എടുക്കാൻ പോകുന്ന ആയുധം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.